ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ മട്ടൺ സ്റ്റൂ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1.25 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3-4 വലിയ പച്ചമുളകും 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 കഷ്ണം പട്ട 3-4 കരയാമ്പൂവും 5 ഏലക്കയും എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ ഒരു 2 സവാളയും ഒരു 300 ഗ്രാമോളം ക്യാരറ്റും ഉരുളൻകിഴങ്ങും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊരു കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം 2 തേങ്ങയുടെ പാല്, തലപ്പാൽ വേറെ 2-ാം പാൽ വേറെ ആയിട്ട് നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കുറച്ച് കശുവണ്ടിപ്പരിപ്പും കിസ്മിസും കുരുമുളകും നമുക്ക് വറുത്ത് പോരാം. ഈ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ടൊന്ന് വഴറ്റുക. കൂടെ വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടിയിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ പച്ചമുളക് നേരത്തെ തന്നെ മട്ടൺ വേവിച്ചതിൻ്റെ കൂടെ ഇട്ടതുകൊണ്ട് ഞാനിതിലിപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണില്ല. ഇതിലേക്ക് നമുക്ക് ഒരു 2 സവാള സ്ക്വയറായി കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റാം. സവാള നന്നായി വഴറ്റിയെടുക്കുക. സവാള മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ഷെയ്ഡൊന്ന് മാറി കിട്ടിയാൽ മതി. ആ സമയത്ത് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തൊന്ന് നന്നായി വഴറ്റാം. ഈ ഗ്രേവി ഒന്ന് നമുക്ക് കട്ടി കിട്ടുന്നതിന് വേണ്ടി, ഒന്ന് കുറുകി നന്നായി വരുന്നതിന് വേണ്ടി നമുക്ക് 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിൽ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഇത് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ സവാളയുടെ കൂടെയും തന്നെ ഇട്ട് വഴറ്റിയാണ് എടുക്കുന്നത്. കോൺഫ്ലോറും മൈദയൊക്കെ ചേർക്കുമ്പോൾ സ്റ്റൂവിൻ്റെ ഗ്രേവിക്ക് കുറച്ചൊരു പശപ്പ് തോന്നിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സവാളയൊക്കെ മൂപ്പിക്കുന്നതിൻ്റെ കൂടെ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഗ്രേവി. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലെ തലപ്പാൽ മാറ്റി വെച്ചിട്ട് 2-ാം പാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി കുറുകി വരുന്നവരെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഫുള്ളിലാക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ ഉപ്പെല്ലാം കറക്റ്റാക്കാം. ഇവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1/4 സ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൂ നന്നായി ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് ഫ്ലെയിം ഫുള്ളിൽ തന്നെ ഇടാം. നമ്മൾ ഉരുളൻകിഴങ്ങിലും ക്യാരറ്റിലൊക്കെ നന്നായി മുളകും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്, ഈ മട്ടൻ്റെ നെയ്യും എല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മട്ടൻ്റെ കൂടെ തന്നെ ഇട്ട് ഇത് കുക്കറിൽ വെച്ച് വേവിച്ചത്. അതല്ലെങ്കിൽ നമുക്കിത് പുഴുങ്ങി ഉടച്ച് ചേർക്കുന്നവരും ഉണ്ട് സ്റ്റൂവിൽ. ഇനിയിപ്പോൾ
നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ നന്നായി കുറുകി വരും. ഈ സമയം നമുക്ക് ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാലിൻ്റെ കൂടെ ആ പഞ്ചസാരയുടെ ഒരു നേരിയ മധുരപ്പും കൂടി ആകുമ്പോൾ സ്റ്റൂ നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്റ്റൂവിൻ്റെ ഒരു ശരിയായ സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു 3-4 തുള്ളി വാനില എസൻസും ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കുരുമുളകും കൂടി ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞു. ഞാനീ പറഞ്ഞ പോലെ മട്ടൺ സ്റ്റൂ തയ്യാറാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ രാവിലെ 8 മണിക്ക് ഒരു പുതിയ റെസിപ്പിയുമായി ഞാൻ എത്തുന്നത് വരെ ബൈ.